യെസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് 20th റംദാൻ ആണ്. അത് മാത്രമല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് നമ്മുടെ അപ്പന്റെ ബർത്ത്ഡേ ആണ് ഇത്. ഹാപ്പി ബർത്ത്ഡേ അപ്പ. അപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അപ്പന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇന്നത്തെ നോമ്പ് നമ്മൾ പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ 20 ദിവസവും നമ്മള് വീട്ടിൽ നിന്ന് തന്നെയല്ലേ നോമ്പ് തുറന്നേക്കണം. അപ്പം പെണ്ണുങ്ങളൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇടക്കൊരു ചേഞ്ച് അല്ലേ, ഇടക്കൊരു ചേഞ്ച് ആണെന്ന് വിചാരിച്ചു. പിന്നെ അപ്പന്റെ ബർത്ത്ഡേ കൂടെ ആകുമ്പോഴത്തേക്കും പുറത്തുനിന്ന് നമ്മള് ആഘോഷിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് വരാന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ എത്ര വയസ്സായപ്പോ അപ്പന് പറയാലോ അല്ലേ. 62 അത്രേ ഉള്ളൂ. അപ്പന് 62 വയസ്സായിട്ടുണ്ട്. അതെ 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 അത്രേ ഉള്ളൂ. നമ്മുടെ വീടിന്റെ മേലിനെ നോക്കി നല്ല നോക്കി അടിപൊളിയല്ലേ, നല്ല പൂക്കളൊക്കെ വന്ന് നല്ല സെറ്റായി. ശരി നോക്കിട്ട് അതെ അതെ രാവിലെ തന്നെ അറിയാലോ നമ്മള് എല്ലാരുമായിട്ട് പുറത്തു പോകാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബേബിന്റെ അടുത്ത്. അപ്പൊ ബേബി ഷിരാജിനെ കോൾ ആക്കുമ്പോ ലൈക്ക് നമ്മൾ ഇന്ന് ഇല്ല കൊച്ചി പോണ ഡ്രസ്സൊക്കെ എടുക്കാനാണ്. എന്നിട്ട് നമ്മൾ ഇറങ്ങണ കറക്റ്റ് ടൈമിൽ നോക്കിയേ, കറക്റ്റ് വണ്ടി കയറാൻ വേണ്ടി പോയ ടൈമിൽ എന്തൊക്കെയോ കവറൊക്കെ ആയിട്ടൊക്കെ വന്നേക്കും. ഫസ്റ്റ് വേൾഡായിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ വന്നേങ്ങള്. അവന്റെ സൈസ് അല്ലേ. ഓക്കെ ഓക്കെ പിന്നല്ല ഒന്നും പ്രശ്നമല്ല. ഓക്കെ അപ്പൊ ഒരു കാര്യം നമുക്ക് വണ്ടിയിലേക്ക് കയറിയല്ലോ. വണ്ടിയിലേക്ക് കയറാം. എല്ലാ വർഷം വന്നിട്ട് ഇവിടെ വന്നിട്ട് നോമ്പ് ഈ ഇയർ കുറച്ച് സ്പെഷ്യൽ ദേ അറേഞ്ച് ബുഫേ ആൻഡ് ഓൾ. ബുഫേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സെറ്റാണ് ഉന്നക്കായ, കട്ട് ഫ്രൂട്ട്സ്, അതെ അതെ കട്ട് ഫ്രൂട്ട്സ്, ഉന്നക്കായ, ഇറച്ചിപ്പത്തിരി, ഇനി ഐറ്റം വരാണ്ട് കേട്ടോ. നമ്മളിപ്പോ എത്തിയപ്പോ തന്നെ അവരിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ. ഇനിയിപ്പോ മന്നം അതേപോലെ തന്നെ ബഫേ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ല ശരിക്കും സ്റ്റാർട്ടാണത്. അതെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവർ ബഫേ സെറ്റ് ചെയ്യും. മഷീന്റെ ഫേവറേറ്റ് ഐറ്റം ഉന്നക്കായ. പക്ഷെ വണ്ടിയിൽ നിന്ന് പ്രത്യേകം പറയണത് എനിക്ക് ഉന്നക്കായ ഉണ്ടാക്കി കുറച്ച് അധികം കൊടുക്കണം കേട്ടോ. അവരത് കേട്ടു. അതെ അതെ അല്ല നമ്മളവിടെ വന്നെന്ന് പറഞ്ഞപ്പോ തന്നെ ജാസിമിനെ വിളിച്ചു പറഞ്ഞു സംഭവം ഞങ്ങൾ വന്നുണ്ട്, ടേബിള് റെഡി ആക്കിക്കോ, ഉന്നക്കായ ഉണ്ടെങ്കിൽ അതും വെച്ചു തോന്നുന്നല്ലേ. ജാസിമ അവിടെ നിന്ന് നോക്കട്ടെ. അല്ല ഇവിടുത്തെ കടികളൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പനെ നമ്മൾ രാവിലെ തന്നെ കൊണ്ട് ഹെയർ കട്ടൊക്കെ ചെയ്യിപ്പിച്ച് ചുള്ളനാക്കി. ബിഫോർ ആഫ്റ്റർ കാണിക്കണം. പിന്നെ ഞാൻ ട്രാക്കും ടീഷർട്ട് ഒക്കെ ഇട്ട വേറെ ലുക്ക് കിട്ടല്ലോ. അപ്പൊ വീട്ടിൽ നിൽക്കുമ്പോ അങ്ങനെ നിൽക്കാലോ. അതെ അതെ അടിയില് അപ്പന അങ്ങനെ താഴത്തെടുക്കാറില്ല. അപ്പനെ ഹെയർ കട്ടും താടിയൊക്കെ അടുപ്പിച്ച് ബേബി കൊണ്ടുവന്ന്. എന്നിട്ട് ബേബി ചോദിച്ചു ഇവിടെ നമ്മൾ ഡ്രിം ചെയ്യണമായിരുന്നു, അപ്പൊ അതായിരിക്കും നല്ല രസമെന്ന്, ക്ലിയർ ചെയ്യണമായിരുന്നു എന്ന്. അപ്പൊ സോന് പറയണേ ഈ പ്രാവശ്യം അങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം പെരുന്നാളിനെ കട്ട് ചെയ്യുമ്പോ അപ്പന്റെ കഴുത്ത് വെട്ടിക്കോ. അതായത് ഈ കഴുത്തിന്റെ അടിയിൽ താടി ഉണ്ടല്ലോ, അത് അപ്പം അടിക്കാറില്ല. അതേടെ കണ്ടില്ല, അവിടെ ഷേവ് ചെയ്യാറില്ല. അപ്പൊ അത് പഠിക്കുവാന്ന് ഉദ്ദേശിച്ച് ഷേവ് ചെയ്യാന്ന് ഉദ്ദേശിച്ചു. സോനെ കഴുത്ത് വെട്ടിക്കുവാന്ന്. എന്ത് അതെ അതെ എനിക്കിഷ്ടമാണ്. സൈക്കിൾ നോമ്പ് തുറന്നാ സൈക്കിൾ സുട്ട് നോമ്പ് തുറന്ന് ആയോ വിളിച്ചിട്ടില്ല എന്താ വാര് ശരിയാജ് തരാട്ടാ ഒന്ന് വാങ്ങി വിളിച്ചോട്ടെ.
ഈന്തപ്പഴം വായിലിട്ടിട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചില്ല, വിളിക്കാൻ നേരത്തെ ഇറക്കിയാൽ മതി ഇത്. വേണ്ട വെച്ചിട്ട് വേണ്ട നിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നത്. ആദ്യം അത് വെച്ചിട്ട് അത് കൊടുത്തിട്ട് ഇത് വാട്ടർമെല്ലാനായിരിക്കും. കസേഴ്സ് കിട്ടുന്നുണ്ട്. ചവല വെള്ളം. അതാണ് ഈ ടൈം. ഈ പ്രാവശ്യം വണ്ടിയില്ലാത്തതുകൊണ്ട് ടാറല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും 7 സീറ്റർ മസ്റ്റാണ്. അതെ, മിസ്സി ഫോർച്യൂണർ എന്റെ ഫോണില് ബാങ്ക് കൊടുത്തിരിക്കുകയാണ്. ബാങ്ക് കൊടുത്താ? ഇവിടെ ഈ ടൈമല്ല ബാങ്ക് കൊടുക്കുന്നത്. ആ കറക്റ്റ് ആയി. ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. ഏതാണ്ട് ബാങ്ക് കൊടുത്ത് അൽഹംദുലില്ലാ. അങ്ങനെ 20ാമത്തെ നോമ്പ് കംപ്ലീറ്റ് ചെയ്തേ. നല്ല ഡേറ്റ്സില്ല. പണിയെടുത്തിട്ടില്ലല്ലോ ബിസോന്ന് പറഞ്ഞ കേട്ടോ. ഇന്ന് ടയർനെസ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ പണിയെടുത്തിട്ടില്ലല്ലോ. ടയർനെസ് ഇല്ലാത്ത ഗ്യാസിന്റെ ചൂടടിച്ചാലും ഭയങ്കര ടയർഡ്. നമ്മൾ ശരിക്കും ഇവരുടെ കിറ്റിൻ്റെ കൂടെ വന്നത് ഇത്ര ഐറ്റംസ് ആണ്. നമ്മൾ എക്സ്ട്രാ സമൂസയും കട്ട്ലൈറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് ഇനി കട്ട്ലൈറ്റ് സമൂസ ഇല്ലെന്ന് ചോദിക്കണ്ട. അപ്പോൾ അതുകൊണ്ടിട്ട് അതിലുണ്ട്, അത് എക്സ്ട്രാ ആണ്. ഈ കിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഇഫ്താർ കിറ്റാണ്, മനസ്സിലായോ? അത് എക്സ്ട്രാ ആണ്. ലെമൺ കസ്കസ് കുടിച്ചാ റെഡ് ആടി പൊളിമേൻ. അതെ, അത് ഉമ്മക്കായുടെ ബോളല്ലേ. ആ ബോൾ എടുത്തത് ഇത് കഴിച്ചോട്ടെ. ഏത് അതെടുക്ക്, ഇതെടുക്ക്. ഞാൻ ഓട്ടോ വിട്ട് വെച്ച സാധനം ചേട്ടാ. അതെടുക്ക്, ഇതെടുക്കണം, അതെടുക്കണം. സൂപ്പറായിരുന്നു. നല്ല ചൂട്. സമോസ അല്ലേ സൈഡ്? കച്ചപ്പത്തിൽ എങ്ങനെയുണ്ട്? ദൂരത്തെ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല. എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു. യെസ്, കട്ട്ലൈറ്റ് എത്തിക്കുന്നു. പിടിച്ചോട്ട് കടിയുടെ സ്നാക്സിൻ്റെ ഒരു ഗ്യാപ്പ് കൊണ്ട് കൊടുക്കാതെ സ്നാക്സിന്റെ അളവ് പറയുമ്പോൾ ക്യാമറ ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട്. അയ്യോ ഇത് കയ്യാലെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. അതാ കട്ട്ലൈറ്റ് കട്ട്ലൈറ്റ്.
ഞാൻ ലയിച്ചിരുന്നു ലയിച്ച് ശനിയാഴ്ച നല്ലോണം ചവച്ച് ലയിച്ചിരുന്നു. ഇറച്ചി പത്തിരി നല്ല അടിപൊളി ടേസ്റ്റ്. കട്ട്ലേറ്റ് 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 മഷൂത്തോടെ അടിപൊളി. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കട്ട്ലേറ്റ്. ഇത് ബ്രെഡ് ക്രംസും ഇതൊക്കെ അല്ലേ, കൊച്ചി സ്റ്റൈൽ. അത് ഒരു കട്ട്ലേറ്റ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ ഇറച്ചി കിട്ടും. നിറച്ചിറച്ചി ഉണ്ടാവും അതില്. അതുകൊണ്ടപ്പോ ബർത്ത്ഡേ പോയി എനിക്കൊന്ന് സമൂസ വിചാരിച്ച നമ്മള് സമൂസ കട്ട്ലേറ്റ് അല്ലേ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മൾ സമൂസ ക്യാൻസൽ ചെയ്ത് കട്ട്ലേറ്റ് പറഞ്ഞു. ജാസി സമൂസ ഇല്ലേ തീർന്ന സമൂസ ഫ്രഷ് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനിത് വെള്ളമേ കുടിച്ചില്ല, വേറെ ഒന്നും ജ്യൂസൊന്നും കുടിച്ചില്ല. ജ്യൂസൊക്കെ കുടിച്ചാൽ ആര് ഫില്ലാവും. സ്പെഷ്യൽ കടികളൊക്കെ അല്ലേ, നല്ലോണം കഴിച്ചു കടികൾ. ഇനി സമൂസ വന്നിട്ട് സമൂസ കഴിക്കണം. സമൂസ വന്ന് തീർന്നറിഞ്ഞില്ല കൈ എടുത്തെടുത്ത് 2 സമൂസ 10 പറഞ്ഞ് എനിക്കറിയില്ല എന്ത് സംഭവിച്ചത്. വേണ്ട വേണ്ട നിങ്ങൾ കഴിച്ചു. എനിക്ക് വേണ്ട കുഴപ്പമില്ലെന്ന്, എനിക്ക് വേണ്ടെന്ന്. ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റില്ല. സോന കഴിക്കും, സോന കഴിക്കും. എങ്ങനെ സമൂസ കഴിച്ചില്ല? മഷൂത്തോടെ സമൂസ അടിപൊളി. അത് ഒക്കെ പോലെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ആക്കാതെ എനിക്ക് വേറെ ടൈപ്പാണ്. നമ്മുടെ വീട്ടിൽ പക്ഷെ ഇറച്ചിപ്പത്തിരി ലെവല് സാധനം. ഇറച്ചിപ്പത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ജെന്യൂൻ റിവ്യൂ ആണ്, ജെന്യൂൻ റിവ്യൂ. ഇനി അടുത്ത് എന്താണ്, ഇഫൊക്കെ കഴിഞ്ഞ് ഡിന്നറാണ് ബുഫേ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എനിക്ക് പോയി കഴിച്ചു. എബുള്ളതുകൊണ്ട് ബേ പറഞ്ഞു ഇവിടെ ഇരിക്കും, നമ്മൾ കൊണ്ടുവരുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തിന്നാൻ പറ്റുമെന്ന് അറിഞ്ഞിടാം. ചിലപ്പോൾ ഇവരൊക്കെ കഴിക്കണ കണ്ടിട്ട് കൊതിയായിട്ട് ഞാൻ തിന്നു കഴിക്കും. ഇത്ര നേരം വേണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇനിയിപ്പോ എങ്ങനെയാന്ന് പറയാൻ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. റെഡി അല്ലേ? ഞാൻ സൈബിന് എടുക്കണം. സൈക്കിൾ എടുത്തത് ഓക്കെ. നമുക്ക് ആദ്യം എന്തൊക്കെ ഐറ്റം ഉണ്ട് നോക്കാം. നൈസ് പത്തിരി ഉണ്ട്, നൈസ് പത്തിരി, സലാഡ്, സാലഡ്, പത്തിരി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. ഫ്രൈഡ് റൈസോ നോക്കട്ടെ. എന്തോ അവിടെ ആവുന്നുണ്ട്. ഞാൻ എടുത്തോളാം. വീഡിയോ നശിപ്പിച്ച് കോയിൻ പൊറോട്ട ഉണ്ട് കേട്ടോ. കോയിൻ പൊറോട്ട. കോയിൻ പൊറോട്ട ഇഷ്ടമല്ല, അല്ലെങ്കിൽ കോയിൻ പൊറോട്ട. സൈമനാണോ? ഫ്രൈഡ് റൈസ് മതി. സൈമണ് ഒന്നും വേണ്ട. ചിക്കൻ 65. ചിക്കൻ 65. തരാം. ചിക്കൻ വേണമല്ലോ പിടിച്ചത്, അപ്പോഴും ചിക്കൻ മുട്ട. ഇത് ശരിയാവില്ല ഗൈസ്. ഇനി വൈഡ് ലെൻസ് ഇടണം. കാരണം എന്താ വെച്ചാൽ വൈഡിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത് വെച്ച് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ചിക്കൻ ദം ബിരിയാണി. ദം ബിരിയാണി ഉണ്ട്. ദം ബിരിയാണി കണ്ടുവരുന്നു. സൈഡ് ദം ബിരിയാണിയാണോ? ദം ബിരിയാണി അല്ല, നീ ചോറിന് ഉദ്ദേശിച്ച ദം ബിരിയാണിനെ തോന്നുന്നു. അവൻ ദം ബിരിയാണി ഉദ്ദേശിച്ചത് തോന്നുന്നു. ചിക്കൻ ദം ബിരിയാണി, പിന്നെ അവിടെ കുറുമകളാണ്, നല്ല കറികളും. ഇതെന്താ നോക്കാം, അത് സെയിം ബിരിയാണി തന്നെയല്ല. അല്ല, ഇത് വേറെ. എനിക്ക് ഇത് ഗീ റൈസാ, പക്ഷെ അതിനതിന്റെ പേരവിടെ മാറിപ്പോയി, അവിടെ എഴുതിയിട്ടില്ല. ഇതാണ് ചിക്കൻ ദം ബിരിയാണി. മസാല ഇരിക്കും ബിരിയാണിയുടെ, മസാലയും ചോറും ആയിരിക്കും, മിക്കവാറും അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. മസാലയും റൈസും ആണ്. അങ്ങനെ എടുക്കാം. അപ്പോൾ കൺഫ്യൂസ് ആണ് ചെറുതായിട്ടും. തരാം എടുക്കട്ടെ. ആദ്യം മസാല എടുക്കട്ടെ. പറ്റും. അത് ദം ബിരിയാണിയുടെ മസാല.
അത് റൈസ്. ഞാൻ ആദ്യം വിചാരിച്ചു അത് ഗീ റൈസ്, ഇത് ദം ബിരിയാണി എന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ട്. അതായത് ദം ബിരിയാണിയും ഗീ റൈസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത് വേണ്ട രീതി എടുക്കാം. കച്ചമ്പർ അല്ല, അത് സാലഡ്. ഇത് മറ്റേ തൈര് കച്ചമ്പർ. ചമ്മന്തി വേണോ? ബീഫ് കുർമ ഉണ്ട്. ബീഫ് കുർമ മനസ്സിലായി. എൻ്റെ ഇവിടെ നടക്കില്ലത്. ബീഫ് കുർമ, ആഹാ, നല്ല അടിപൊളി ബീഫ് കുർമ ഉണ്ട്. നാടൻ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, മിക്സ്ഡ് വെജിറ്റബിൾ കറി, വെജിറ്റബിൾ കറി. ഡെസേർട്ടായിട്ട് മറ്റേ ബക്ലാവ ഉണ്ട്. ഇതെന്താ പോലെ തന്നെ സ്വീറ്റ്. സ്വീറ്റ് ഐറ്റം. ഏറ്റവും ലാസ്റ്റ് ചായ. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ കാര്യം എനിക്ക് തീർന്നു പോകുന്നില്ല. സോനു പറയാൻ പറ്റില്ല. സോനു അത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. സ്വീറ്റ് എടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം വെക്കാല്ലേ, ആർക്കെല്ലാം വേണമെങ്കിൽ കഴിക്കാലോ. എന്താ സുനു, എന്തായി? ഇതിൻ്റെ അകത്ത് ഉണ്ടാവും മറ്റേ മസാല റൈസ്. അതിൻ്റെ അകത്ത് ഉണ്ടാവും. അയ്യോ, ഉമ്മയും മോളും തമ്മിലുള്ള സ്നേഹം കുറച്ചും കൂടെ പതുക്കെ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ആക്ച്വലി എനിക്ക് വിശക്കുന്നില്ല ഗൈസ്. പിന്നസുന് പറഞ്ഞു ഒരു വായി ടേസ്റ്റിന് വേണ്ടി തരാം. ഇതെടുത്താ എനിക്ക് ഒട്ടടിക്കുമ്പോ അറിയാള്. അത് ഇതെടുത്ത് തരായിരിക്കും. ഇത് ഏതാ? ദം ബിരിയാണി. ഓക്കെ, ഞാൻ എടുത്ത് തരാം. അങ്ങനെ മഷൂനുള്ള ദം ബിരിയാണി. നീ ഇത്തിരി കഴിക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്കറിയാലോ. അതുകൊണ്ടിട്ടല്ല ഇങ്ങനെ എടുത്തത്. ഇത്തിരി നിന്റെ അളവിൽ ഇത്തിരി എബ്രു എണീറ്റാ തരാം. അത് കറക്റ്റ് ടൈമിൽ എനിക്കല്ലോ. എല്ലാ മമ്മീസിനും അറിയാൻ പറ്റുമല്ലോ. ഉമ്മമാർ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് എങ്ങനെയാണ് ശരി? ദം ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി. സൂപ്പർ അല്ലേ? സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി. കിടം ബിരിയാണി. കബാബും സൂപ്പർ കബാബ്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ എന്റെ ബേർഡേ ആയിട്ട് ഞങ്ങൾ ഇത് പൊളിച്ചില്ലേ? അല്ലേ? എങ്ങനെയുണ്ട് ശരി? സെപ്പറേറ്റ് നീ ഇരിക്കല്ലേ? സോന് അവിടെയുള്ള കുനാഫ മൊത്തം പറക്കി കൊണ്ടുവന്നു. ആ, സ്വീറ്റ് ഐറ്റംസ്. മിനി കുനാഫ എല്ലാവർക്കും ഒരു ടേസ്റ്റ്. ഞാൻ സമാധാനത്തിൽ കഴിക്കാൻ. ഞാനെടുത്ത പ്ലേറ്റ് കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ മസാല ഡീലുണ്ട്. അച്ചാറ് വെച്ച് അടിപൊളി. അതന്നെ അച്ഛാ മഷൂർ എടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മണത് അങ്ങനെ ഇഫ്താറും ഡിന്നർ എല്ലാം കഴിഞ്ഞ് അടിപൊളി അടിച്ച് പൊളിച്ച് നിറഞ്ഞിരിക്കണേ. ഇത് നമ്മുടെ അപ്പന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാം. ക്യൂട്ട് ആൻഡ് സ്മോൾ ആയിട്ടുള്ള ഒരു കേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പന്റെ കേക്ക് കിട്ടിയോ നമുക്കിത്? ബാബാ ഷിനായിക്കോടെ, ഷിനാ സുബയൊക്കെ വല്ലതും നൈഫ് കൊടുത്ത് അവിടെ പിടിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് വന്നോ? അവിടുന്ന് ഇങ്ങോട്ട് വന്നോ? ആ, കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു തന്നു. ഓക്കെ, മഷു എടുത്തു. കട്ട് ചെയ്തോ.
ഹാപ്പി ബർത്ത്ഡേ. കൊടുക്ക കൊടുക്ക കൊടുക്ക. എടാ അപ്പൊ അവരെ വാങ്ങിച്ചു ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അവനെ വാ ശിരാജ് ശിരാജ് നൈഫ് മാറ്റിക്കോ. അപ്പൊ കൈക്ക് പിടിച്ചോ. ആ കട്ട് ചെയ്ത് പീസ് കയ്യിൽ പോ. അപ്പൊ ഇങ്ങനെ കേക്ക് കട്ടിയുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതാണ് അപ്പൊ എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. അതാണ് അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. സുനു ഇപ്പുറത്ത് തന്നെ. സുനു കൊടുത്താ കേക്ക് കൊടുത്താ അപ്പന് ഒന്നിവിടെ ക്യാമറ കൊടുത്തു. മുന്നേ ഇവിടെയൊക്കെ ഓടി നടക്കാനുള്ള പരിപാടി. ഫുള്ള് ഓടി നടക്കണേ. ഞാൻ കൊടുക്കട്ടെ അപ്പൊ ഒരു കേക്ക്. ക്യാമറ ചെയ്ത് എനിക്ക് കേക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ചെറിയ ബീച്ചില് അപ്പന് കുറച്ച് ഷുഗറൊക്കെ വന്നിട്ട്. യെസ്. അപ്പൊ ഇനിയും 100 വർഷങ്ങളോളം നമ്മുടെ ബി ഫാമിലിന്റെ അടിച്ചു പൊളിച്ച് കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പൊളിക്കണം. കുറെ ട്രിപ്പൊക്കെ പോകാണ്ട് നമുക്ക് എല്ലാവരും. അത്ര അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഇഫ്താർ ഒരു അടിപൊളി ഇഫ്താർ പാർട്ടിയും അതേപോലെ തന്നെ അപ്പന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിച്ച് നമ്മളെ വീടെത്തി. അതിനു മുമ്പ് ഞങ്ങൾ ലുലു മാളിൽ കുറെ കറങ്ങിയിട്ടാണ്. ലുലു മാളിൽ അപ്പൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കുറെ കറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു ലുലു മാളിൽ. എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും 10:30 ആകാറായിട്ട്. അപ്പൊ അപ്പന് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ അപ്പന് അടിപൊളി ഗിഫ്റ്റ്. ഓക്കെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ? പക്ഷെ അത് ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ലേ? പക്ഷെ തന്നെ വൈൻഡപ്പ് ചെയ്തത്. എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനല്ലേ? അപ്പൊ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. അപ്പന്റെ ബേർഡ് ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. പിന്നെ വൈൻഡപ്പിന് വേണ്ടി ഞാൻ തന്നെ പറയണല്ലോ, നമ്മുടെ ചാനൽ നമുക്ക് നമ്മൾ വൈൻഡപ്പ് കൊടുത്തില്ലെങ്കിൽ ആക്ച്വലി ടയർഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ബേബി വൈൻഡപ്പ് കൊടുക്കും, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കട്ടെ. ഗൈസ് ഇന്ന് ഇഫ്താർ കഴിക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാരും ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ റിവ്യൂ പറഞ്ഞ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു. അതായത് അഭിപ്രായം നമുക്ക് സ്നാക്ക് കഴിച്ച സ്നാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്ന് പറഞ്ഞ നമ്മുടെ അടുത്തടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാണ് അല്ലേ? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ അപ്പൊ ഓക്കെ സൈഗുന്റെ വക ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളെ വക ആൻസർ പറയും. അതെ, സൈഗുന്റെ ആൻസർ ആരും കോപ്പടിക്കാനും നിൽക്കണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാ പറയാ. അത്രേ ഉള്ളൂ. ശരിയായിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചെയ്യാം. അപ്പൊ ഇൻഷാല്ല എന്തായാലും നാളെ കാണാം. വിന്നേഴ്സ് മെയിൽ ചെയ്യണം, ആൻസേഴ്സ് കമന്റ് ചെയ്യണം, കൺഫ്യൂസ് ആവണ്ട. അതെ, അതും വിന്നേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ കാണിച്ച ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോയിൽ വിന്നേഴ്സ് കാണിക്കുമല്ലോ, അതിന്റെ ആ വീഡിയോ എന്നുള്ള സ്ക്രീൻഷോട്ടാണ് കാണിക്കേണ്ടത് പ്രൂഫായിട്ട്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ടും, പിന്നെ നിങ്ങളുടെ സൈസ്, നിങ്ങളുടെ ഫുൾ അഡ്രസ്, മൊബൈൽ നമ്പർ, പിൻകോഡ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേണം. ഓക്കെ, ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പൊ നമുക്ക് എന്തായാലും നാളെ കാണാം. ഇനി until then you guys stay tuned. Bye bye. Bye bye.